നമ്മളുടെ ഫാം, അതിലേക്ക് നമുക്കൊരു $1 മില്യൺ വേണം. അതായത് 10 കോടി രൂപ നമുക്ക് വേണം. 10 കോടിയുടെ ലാഭം നമുക്ക് ഉണ്ടാക്കണം. ഓക്കെ, ഇതാണ് നമ്മളുടെ ഗോൾഡൻ ഗൂസിന്റെ നമ്മുടെ ലക്ഷ്യം എന്നിരിക്കട്ടെ. നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ട്. എന്താണെന്നറിയോ? $1 ലാഭത്തിൽ 10 ലക്ഷം യൂണിറ്റ് അല്ലെങ്കിൽ 10 ലക്ഷം കസ്റ്റമർക്ക് വിറ്റാൽ നമുക്ക് എന്ത് കിട്ടും? 1 മില്യൺ പ്രോഫിറ്റ് കിട്ടും. ഓപ്ഷൻ നമ്പർ 1. ഒന്നാമത്തെ ഓപ്ഷൻ എന്താ? $1 ലാഭത്തിൽ 10 ലക്ഷം യൂണിറ്റ് വിറ്റാൽ അല്ലെങ്കിൽ 10 ലക്ഷം കസ്റ്റമർക്ക് വിറ്റാൽ 1 മില്യൺ പ്രോഫിറ്റ് കിട്ടും. ഓക്കെ. ഓപ്ഷൻ നമ്പർ 2, $10 ലാഭത്തിൽ 1 ലക്ഷം കസ്റ്റമർക്ക് വിറ്റാൽ അപ്പോഴും $1 മില്യൺ പ്രോഫിറ്റ് കിട്ടും. ഓപ്ഷൻ നമ്പർ 3, $100 ലാഭത്തിൽ 10,000 കസ്റ്റമർക്ക് വിറ്റാലും $1 മില്യൺ പ്രോഫിറ്റ് കിട്ടും. ഓപ്ഷൻ നമ്പർ 4, 1000 ഒരു യൂണിറ്റ് വിൽക്കുമ്പോൾ, ഒരു കസ്റ്റമർക്ക് വിൽക്കുമ്പോൾ $1000 കിട്ടുമെങ്കിൽ 1000 കസ്റ്റമർക്ക് വിറ്റാൽ മതി, $1 മില്യൺ പ്രോഫിറ്റ് കിട്ടും. ഓപ്ഷൻ നമ്പർ 5, ഒരു യൂണിറ്റ് വിൽക്കുമ്പോൾ $10,000 പ്രോഫിറ്റ് കിട്ടുമെങ്കിൽ വെറും 100 കസ്റ്റമറെ കണ്ടെത്തിയാൽ മതി, $1 മില്യൺ കിട്ടും. ക്ലിയർ? അടുത്ത ഓപ്ഷൻ, ഒരെണ്ണം വിൽക്കുമ്പോൾ 1 ലക്ഷം പ്രോഫിറ്റ് കിട്ടും എങ്കിൽ 10 എണ്ണം വിറ്റാൽ മതി, $1 മില്യൺ കിട്ടും. ഇനി ലാസ്റ്റ് ഓപ്ഷൻ, ഒരെണ്ണം വിൽക്കുമ്പോൾ 1 മില്യൺ പ്രോഫിറ്റ് കിട്ടിയാൽ മതി, അപ്പോഴും $1 മില്യൺ. എൻ്റെ ചോദ്യം, ഏതിൽ കളിക്കണം? ഇതാണ് നമ്മളുടെ 1% ക്ലബ്, ഇതാണ് നമ്മളുടെ ഇൻവെസ്റ്റേഴ്സ് ക്ലബ്, ഇതാണ് നമ്മളുടെ കിങ് മേക്കേഴ്സ് ക്ലബ്, ഇതാണ് നമ്മളുടെ കിങ്സ് ക്ലബ്. ഇതാണ് നമ്മളുടെ 1 ഡേ പ്രോഗ്രാം. 1 ഡേ പ്രോഗ്രാമിൽ ഒരു വർഷം മിനിമം 10,000 പേരെങ്കിലും വന്നെങ്കിലേ എനിക്ക് ഈ പറയുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതേസമയം കിങ്സ് ക്ലബിൽ 1000 പേര് വന്നാൽ മതി, എനിക്ക് ഈ പരിപാടി നടന്നു. കിങ് മേക്കേഴ്സിൽ വെറും 100 പേര് വന്നാൽ മതി, ഈ കാര്യം നടന്നു. ഇൻവെസ്റ്റേഴ്സ് ക്ലബിൽ വെറും 10 പേര് വന്നാൽ മതി, പരിപാടി കഴിഞ്ഞു. ഇത് വരുന്നുണ്ട്, ഇത് വരുന്നുണ്ട്, ഇത് വരുന്നുണ്ട്, ഇത് വരുന്നുണ്ട്. വിച്ച് ഈസ് മേക്കിംഗ് $4 മില്യൺ പ്രോഫിറ്റ് ആൻ ഇയർ ഫോർ മീ. എന്റെ ഗുണം എന്താ? വെറും 1310 കസ്റ്റമർ മതി നമുക്ക് 4 മില്യൺ 40 കോടി രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ. ഇല്ല സാർ, ഞങ്ങൾ ബുദ്ധിമുട്ടിയേ ചെയ്യത്തുള്ളൂ സാർ, ഈസി സ്റ്റെപ്പ് ഒന്നും ഞങ്ങൾക്ക് വേണ്ട സാർ. വില കൂടും തോറും പ്രോഫിറ്റ് കൂടും, പ്രോഫിറ്റ് കൂടും തോറും കുറച്ച് കസ്റ്റമർ മതി എന്നേ. ഈ പറഞ്ഞവന്മാരെ, ഈ 10 ലക്ഷം കസ്റ്റമറെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ എത്ര സ്റ്റാഫ് വേണം, എത്ര ഓഫീസ് വേണം, എന്തൊക്കെ ഫെസിലിറ്റീസ് വേണം? 1 ലക്ഷം ആയിക്കോട്ടെ, എത്ര പേര് വേണം? 10,000 പേരായിക്കോട്ടെ, എത്ര പേര് വേണം? സോ നിങ്ങൾ ഇനിയും നിൽക്കുന്നത് ഈ ചെറിയ ചെറിയ ലാഭം ഉണ്ടാക്കുന്ന ബിസിനസ്സിലാണ് എങ്കിൽ ഒരു രക്ഷയില്ല. ചെലവ് കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനിയും നിങ്ങൾ ഈ ലോവസ്റ്റ് പ്രൈസിൽ ലോവസ്റ്റ് പ്രോഫിറ്റിൽ കളിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അതൊക്കെ ഒരു സമയത്ത് കിട്ടിയിരുന്നു, അത്രയും ഭാഗ്യം. വിട്ടേക്കുക. ഫോക്കസ് ഓൺ പ്രീമിയം. സോ പ്രൈസ് കൂടുമ്പോൾ ബെറ്റർ കസ്റ്റമറെ കിട്ടും. ഫ്യൂവർ കസ്റ്റമർ ആൻഡ് ഫ്യൂവർ ഹെഡേക്ക്.